എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് പരിപ്പും താളും കൂടി ഒരു കിടിലൻ കറിയും ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, എടുത്ത പടി തന്നെ ഞാനിതാ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുവാണ്. താള് ചീമച്ചേമ്പിൻ്റെ തണ്ടാണിത്, കണ്ടോ. അങ്ങനത്തെ ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചീമച്ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ തോരൻ വെച്ച് കൂട്ടാറുണ്ട്. പിന്നെ നമ്മൾ പുളിയിട്ടാണേലും കറി വെക്കും. ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തു. ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇത് വേകാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് കുതിർത്തതല്ല, അതുകൊണ്ട് പരിപ്പ് മൂടത്തക്ക വിധം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അടച്ച് നമുക്ക് വേവിക്കാനായിട്ട് സ്റ്റൗവേ വെക്കാം. ഒരു 5 വിസിലടിച്ചതിന് ശേഷമാണ് ഞാനിത് വാങ്ങി വെച്ചത്. ഈ സമയത്ത് നമുക്ക് അത് തണുത്ത് വരട്ടെ. ഒരു പാൻ അടുപ്പേ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ 1 സ്പൂണ് കടുകിട്ട് പൊട്ടിക്കാം. ഒരു ചെറിയ സ്പൂണ് ജീരകമാണ് ഇട്ടത്. അതേ സ്പൂണിന് തന്നെ 1 സ്പൂണ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് ഇഞ്ചി അരിഞ്ഞത്, അത് കുരുകുരാന്നരിഞ്ഞതാണ്. ഒരു 1/2 സ്പൂണ് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ. ഇതാ ഒരു 3 വറ്റൽമുളക് മുറിച്ചതും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ആ കറിവേപ്പിലയും മുളകും ഇപ്പം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. അത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ആ പരിപ്പും താളും കൂടെ നന്നായിട്ടും വെന്തിട്ടുണ്ട്. ഞാൻ പരിപ്പ് കുതിർക്കാതെയാണ് വെച്ചതെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ നന്നായിട്ടും വെന്തിട്ടുണ്ട്. 5 വിസിൽ അടിച്ചിട്ട്, കണ്ടോ. നല്ല കൊഴുപ്പോട് കൂടിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇത് ഇപ്പം നമുക്ക് എത്രമാത്രം വെള്ളം വേണമെന്നോ വെള്ളം ചേർക്കാം. ഇതിന് നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ചേരാനുള്ള ഉപ്പ് ഞാനൊരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയിലാണ് ചാറിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇതെന്തിൻ്റെ കൂടെയും കൂട്ടാൻ കൊള്ളാവുന്ന ഒരു സുന്ദരമായ ഒരു കറിയാണ്. നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചോറിനോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരു പരിപ്പും താളും കറിയാണ്. കണ്ടോ, നമ്മളെന്നും ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സാമ്പാറും ചമ്മന്തിയൊക്കെ അല്ലേ, അതിന് പകരം ഇങ്ങനെ പരിപ്പ് താളും കൂടി ഒന്ന് കറി വെച്ച് നോക്കും. നല്ല സുന്ദരമായ ഒരു കറിയാണിത്. ഇത് നന്നായിട്ടും അതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി ചോറുണ്ണാൻ. ഞാനൊരു കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട്, കണ്ടോ. നല്ലൊരു സ്മെല്ലാണ് ആ കറിയുടെ വരുന്നത്. അങ്ങനെ സുന്ദരമായ നമ്മുടെ പരിപ്പും താളും കറി ഇതാ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. പുതിയതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.